ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നികുതി നിർവഹണത്തിൽ സമ്പൂർണ്ണ സുതാര്യതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ രംഗം ശക്തിപ്പെടുത്താനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഉത്പാദനാധിഷ്ഠിത ഉത്തേജക പദ്ധതി കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സമയം അനുവദിക്കാൻ മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് 7007 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7252 പേർ രോഗമുക്തരായി. ഇന്ന് 29 മരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ മുതൽ. ശബരിമല തീർത്ഥാടകർക്കായി ആരോഗ്യവകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. വാർത്തകൾ വിശദമായി. നികുതി നിർവഹണത്തിൽ സമ്പൂർണ്ണ സുതാര്യതയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുതാര്യത ഉറപ്പാക്കാനുള്ള പരിഷ്കരണ നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രത്തിന്റെ വികസനം മുൻനിർത്തി നിരവധി പേരാണ് നികുതി പരിഷ്കരണ പരിപാടികളിൽ പങ്കാളികളാകുന്നതെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഒഡീഷയിലെ കട്ടക്കിൽ ആദായ നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയിൽ കാലാനുസൃത മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഇലക്ട്രോണിക് കോഫി ടേബിൾ ബുക്ക് പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. നിർമ്മാണ രംഗം ശക്തിപ്പെടുത്താനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും കേന്ദ്രം പദ്ധതി തയ്യാറാക്കുന്നു. ഇതിനായി ഉത്പാദനാധിഷ്ഠിത ഉത്തേജക പാക്കേജിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്തെ 10 പ്രമുഖ മേഖലകളിലാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് മന്ത്രിസഭാ തീരുമാനം അറിയിച്ച കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. നിർമ്മാണ മേഖലയെ ആഗോളതലത്തിൽ മത്സരക്ഷമമാക്കി നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ശ്രീ ജാവ്ദേക്കർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സമയം അനുവദിക്കും. ഇതു സംബന്ധിച്ച നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി അമൃത. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ദിവസമോ അതിന് 2 ദിവസം മുൻപോ കോവിഡ്-19 ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗം ബാധിച്ചവർക്കും ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ടവർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകുന്നതിന് കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലും കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലും ഭേദഗതി വരുത്തുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. പോളിംഗിന്റെ അവസാനത്തെ 1 മണിക്കൂർ സാംക്രമിക രോഗം ബാധിച്ചവർക്കും സമ്പർക്ക വിലക്ക് നിർദ്ദേശിക്കപ്പെട്ടവർക്കും മാത്രം വോട്ട് ചെയ്യുന്നതിനായി മാറ്റിവെക്കാൻ ഭേദഗതി നിർദ്ദേശിക്കുന്നു. ഇപ്പോഴുള്ള വ്യവസ്ഥയനുസരിച്ച് രോഗബാധയുള്ളവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും തപാൽ വോട്ടിനുള്ള അവസരമാണുള്ളത്. എന്നാൽ ഈ വിഭാഗത്തിലുള്ളവർ തപാൽ വോട്ടിന് 3 ദിവസം മുൻപോ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന അതിലും കുറഞ്ഞ സമയത്തിനകമോ റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. തെരഞ്ഞെടുപ്പ് ദിവസമോ അതിന് 2 ദിവസം മുൻപോ രോഗബാധിതരാകുന്നവർക്കും സമ്പർക്ക വിലക്ക് നിർദ്ദേശിക്കപ്പെട്ടവർക്കും ഇതുകാരണം വോട്ട് ചെയ്യാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് രോഗം ബാധിച്ചവർക്കും സമ്പർക്ക വിലക്കിൽ കഴിയുന്നവർക്കും നേരിട്ട് വോട്ട് ചെയ്യാൻ നിയമം ഭേദഗതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോവിഡ് ബാധിച്ചവർക്കും സമ്പർക്ക വിലക്കിൽ കഴിയുന്നവർക്കും പോളിംഗ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തേണ്ട പ്രത്യേക സൌകര്യം സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മാർഗ്ഗനിർദ്ദേശം തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകണമെന്നും മന്ത്രിസഭ തീരുമാനിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും പ്രത്യേക സംരക്ഷണം നൽകുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് തയ്യാറാക്കി നൽകണം. സംസ്ഥാനത്ത് ഇന്ന് 7007 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. എറണാകുളം 977, തൃശൂർ 966, കോഴിക്കോട് 830, കൊല്ലം 679, കോട്ടയം 580, മലപ്പുറം 527, ആലപ്പുഴ 521, തിരുവനന്തപുരം 484, പാലക്കാട് 424, കണ്ണൂർ 264, പത്തനംതിട്ട 230, ഇടുക്കി 225, വയനാട് 159, കാസർഗോഡ് 141 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 29 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 717 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7252 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആരോഗ്യവകുപ്പ് കർമ്മ പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി കെ ശൈലജ. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമലയിൽ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കർശന കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങളോടെയാണ് തീർത്ഥാടനം. കോവിഡിന്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് കർമ്മ പദ്ധതി രൂപീകരിച്ചത്.
എല്ലാവരും ആരോഗ്യവകുപ്പിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി. പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ നാളെ മുതൽ സ്വീകരിക്കും. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പത്രികാ സ്വീകരണത്തിന്റെ നടപടിക്രമങ്ങൾ. ഈ മാസം 19 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് പത്രികകൾ സ്വീകരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി പത്രികാ സമർപ്പണത്തിനെത്തുന്ന സ്ഥാനാർത്ഥിയടക്കം 3 പേരെ മാത്രമേ വരണാധികാരിയുടെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് തിരുവനന്തപുരം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം അടിസ്ഥാനമാക്കി സർക്കാർ അതിഥി മന്ദിരങ്ങളിൽ മുറികൾ അനുവദിക്കുന്നതിന് പൊതുഭരണ വകുപ്പ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. തുടർച്ചയായി പരമാവധി 48 മണിക്കൂർ വരെ മാത്രമേ മുറികൾ അനുവദിക്കാവൂ. ഇസഡ് കാറ്റഗറിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ലഭ്യമായ മുറികൾ അനുവദിക്കണം. സ്ഥാനാർത്ഥികളുടെയോ കക്ഷികളുടെയോ ഓഫീസുകളായി സർക്കാർ അതിഥി മന്ദിരങ്ങൾ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ഫയലുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട പരിധിയിൽ വരുന്നതാണോ എന്നതിൽ തീരുമാനമെടുക്കുന്നതിൽ വ്യക്തത വരുത്തി പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ ഫയലുകളും നേരിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അയക്കുന്നത് ഒഴിവാക്കാനാണ് നടപടി. ഫയലുകൾ പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്ന് സെക്രട്ടറി തലത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93%-ത്തോളമായി. നിലവിൽ 92.79% നിരക്ക്. ഇതാദ്യമായി ചികിത്സയിലുള്ളവരുടെ എണ്ണം 5 ലക്ഷത്തിൽ താഴെയായി. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,18,00,000 പിന്നിട്ടു. 1,41,00,000-ലധികം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 12,79,000-ലധികം പേർ ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചു. നാളെ നടക്കുന്ന 17ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രധാനമന്ത്രിയും അധ്യക്ഷത വഹിക്കും. 10 ആസിയാൻ രാഷ്ട്രത്തലവന്മാർ വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഓൺലൈൻ മാധ്യമങ്ങളെയും OTT വീഡിയോ പ്ലാറ്റ്ഫോമുകളെയും വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിലാക്കിയതായി കേന്ദ്ര സർക്കാർ. ഇതുപ്രകാരം നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോ തുടങ്ങിയ അവ ഇനി മുതൽ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. പടക്ക നിരോധന ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു. ദീപാവലി കാലത്ത് പടക്കം നിരോധിക്കാനുള്ള കൽക്കത്ത ഹൈക്കോടതി ഉത്തരവാണ് ശരിവച്ചത്. ആഘോഷങ്ങൾ പ്രധാനമെങ്കിലും മനുഷ്യജീവൻ അപകടത്തിലാകുമ്പോൾ രക്ഷിക്കാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു. കോഴിക്കോട് ജില്ലയിലെ ബീച്ചുകളിൽ നാളെ മുതൽ നിയന്ത്രണങ്ങളോടെ പ്രവേശനം അനുവദിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. പ്രവേശന കവാടത്തിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. കൊല്ലം ജില്ലയിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കരന്റെ കസ്റ്റഡി കാലാവധി 1 ദിവസത്തേക്ക് കൂടി നീട്ടി. ശിവശങ്കരന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. അമ്പലപ്പുഴ മണ്ഡലത്തിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെയും തെക്ക് പഞ്ചായത്തിലെയും കടലോര മേഖലയിൽ 1500 മീറ്ററിൽ കടൽഭിത്തി നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചതായി സ്ഥലം MLA കൂടിയായ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ അറിയിച്ചു. 6,75,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കക്കാടം കടപ്പുറത്താണ് കടൽഭിത്തി നവീകരിക്കാൻ തുക അനുവദിച്ചിട്ടുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 316 പോയിന്റ് ഉയർന്ന് 43,593-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 118 പോയിന്റ് നേട്ടത്തിൽ 12,749-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നികുതി നിർവ്വഹണത്തിൽ സമ്പൂർണ്ണ സുതാര്യതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ രംഗം ശക്തിപ്പെടുത്താനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഉത്പാദനാധിഷ്ഠിത ഉത്തേജക പദ്ധതി കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സമയം അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് 7,007 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7,252 പേർ രോഗമുക്തരായി. ഇന്ന് 29 മരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ മുതൽ. ശബരിമല തീർത്ഥാടകർക്കായി ആരോഗ്യവകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.